ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഈ കഴിഞ്ഞ ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തിയ ജയ് ഗണേഷിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമൊന്നും തന്നെ കാണുന്നില്ല. ചിത്രത്തിന് ശനിയാഴ്ച ദിവസം 20 ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന് ആദ്യ ദിവസം മുതൽ 10 ദിവസം വരെയും കാര്യമായ കളക്ഷൻ മികവൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. ഏകദേശം 15 കോടി ബഡ്ജറ്റുള്ള ജയ് ഗണേഷ് 10 ദിവസങ്ങൾ പിന്നിട്ട് 11 ദിവസത്തേക്ക് കടക്കുമ്പോൾ 3 കോടി 20 ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് വേൾഡ് വൈഡ് കളക്ഷനായി നേടാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ജയ് ഗണേഷ് ഒരു ഫ്ലോപ്പ് പടവുമല്ല. ഈ വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ നിരവധി വിജയ ചിത്രങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ജയ് ഗണേഷ്. ഈ കഴിഞ്ഞ മാർച്ച് 28 ബ്ലസ്സിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജിനെ നായകനാക്കിയ ആടുജീവിത ചിത്രത്തിൻ്റെ 24 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ചിത്രത്തിന് കളക്ഷനിൽ ചെറിയ രീതിയിൽ ഇടിവുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ചിത്രം ഇറങ്ങി 22 ദിവസത്തോളവും ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ 1 കോടി തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കേരള കളക്ഷൻ 1 കോടിക്ക് താഴേക്ക് വരികയാണ്. ചിത്രം 24-ാം ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 82 ലക്ഷത്തോളം രൂപയാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ഇന്നത്തെ ഞായറാഴ്ച കളക്ഷനിൽ 1 കോടിക്ക് മുകളിൽ പോവുക തന്നെ ചെയ്യും. ചിത്രത്തിന് ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 73 കോടി 50 ലക്ഷത്തോളം കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി പിന്നിട്ടാൽ ആടുജീവിതം കേരളത്തിൽ നിന്ന് മാത്രം 75 കോടിയോളം കളക്ഷൻ നേടാനാണ് സാധ്യത. ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ ഇതുവരെ 149 കോടിയോളം ആണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ഒഫീഷ്യലായി 150 കോടി പോസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. 80 കോടി ബഡ്ജറ്റുള്ള ആടുജീവിതം എന്തായാലും വിജയമുറപ്പിച്ച ഒരു സിനിമ തന്നെയാണ്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ഒരു ആക്ടറാണ് പൃഥ്വിരാജും ഗോകുൽ എന്നിവർ. ഇവർക്ക് യോഗ്യമായ അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രണവ് മോഹൻലാൽ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇറക്കിയ ചിത്രത്തിന് 10 ദിവസങ്ങൾ പിന്നിട്ട് 11 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 10 ദിവസത്തെ മാത്രം കേരള കളക്ഷൻ 1 കോടി 80 ലക്ഷം രൂപയാണ്. ചിത്രം 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 25 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡിലേക്ക് വരുമ്പോൾ ചിത്രം 65 കോടിയോളം കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ഏകദേശം 8-10 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം 10 ദിവസങ്ങൾ കൊണ്ടാണ് 65 കോടി എന്ന ഒരു വലിയ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം 100 കോടി എന്ന ആ ഒരു വലിയ റെക്കോർഡ് മറികടക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ചിത്രത്തിൻ്റെ 11-ാം ദിവസം ഞായറായതുകൊണ്ട് തന്നെ ചിത്രം 70 കോടി മറികടക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. എന്തായാലും വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തിയ ഫഹദ് ഫാസിൽ ചിത്രമാണല്ലോ ആവേശം. ചിത്രം വലിയ വിജയം തന്നെയാണ്. ചിത്രം 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 35 കോടിയോളം കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. 10-ാം ദിവസം മാത്രം കേരളത്തിൽ നിന്നും 4.5 കോടിയോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ ചിത്രം 10 ദിവസങ്ങൾ കൊണ്ട് 80 കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആവേശം എന്തായാലും ഇനി 4-5 ദിവസങ്ങൾ കൊണ്ട് 100 കോടി ക്ലബ്ബിൽ ഇടം നേടും എന്നതിന് സംശയം വേണ്ട. ഈ വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും വിജയം തന്നെയാണ് ആവേശം. ചിത്രം കൂടുതൽ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.